ഹലോ ഗൈസ്, മെറ്റ ആഡ്സ് ത്രൂ റീൽസിന്റെ 7ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്ത സ്ക്രീനിൽ നമുക്ക് ആഡ് ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ കാണാം ആഡ് സെലക്ട് ആയിരുന്നു. അപ്പോൾ കർണാടക ആഡ് ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിലാൻ വേണ്ടി ഒരു പേര് കൊടുക്കാണ്. ഓക്കെ, താഴേക്ക് പോവാം. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് തന്നെ സെലക്ട് ചെയ്താൽ മതി. അത് നമുക്ക് ആഡ് പോകുന്ന സമയത്ത് ഇന്ന പ്രൊഫൈലിൽ വന്നതെന്ന് ക്ലയന്റിന് കസ്റ്റമർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് പേജ് ഓൾറെഡി നമ്മൾ ചെയ്തു. യൂസ് ഫേസ്ബുക്ക് പ്രൊഫൈൽ കൊടുത്താൽ മതി. അതാണ് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ, വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുക്കുക. ക്രിയേറ്റ് ആഡ് എന്നുള്ളതാണ്. ക്രിയേറ്റ് ആഡ് ആണോ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്ത പോസ്റ്റ് എടുക്കണേ. അങ്ങനെ എനിക്കിപ്പോൾ ക്രിയേറ്റ് ആഡ് ആണ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ആഡ് സെലക്ട് ചെയ്യുന്നു. സിംഗിൾ ഇമേജ് ആണ് എനിക്ക് വേണ്ടത്. സെറ്റപ്പ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇമേജ് സെലക്ട് ചെയ്യാം. അതിലിപ്പോൾ അപ്ലോഡ് കൊടുക്കുക. നമ്മുടെ പോസ്റ്റർ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് അപ്ലോഡ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് അപ്ലോഡ് കൊടുത്തു. എനിക്ക് ഈ ഒരു പോസ്റ്ററാണ് എനിക്ക് ആഡ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പോസ്റ്റർ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ എല്ലാം ഒറിജിനൽ കൊടുക്കുക, കാരണം ഇല്ലെങ്കിൽ സൈസ് മാറും. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഒന്നും കൊടുക്കണ്ട, നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ മാക്സിമം എല്ലാം ഓഫാക്കാൻ ശ്രമിക്കുക, കാരണം നമ്മൾ ആഡ് ക്രിയേറ്റീവിന്റെ സൈസും ആനിമേഷനൊക്കെ ചെയ്തത് കൊള്ളാക്കും. അപ്പോൾ അത് ഒഴിവാക്കുക. പിന്നെ ഇവിടെയാണ് ആഡിന്റെ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ആഡ് ക്രിയേറ്റീവ് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ വി ആർ ഹയറിംഗ് 3 SEO എക്സ്പെർട്ട്. ആക്ച്വലി ഇതൊരു ഒറിജിനൽ പോസ്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഡെമി ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. കറന്റ് റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന SEO വേക്കൻസി ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാം. അത് ഇവിടെ വരും. ഇനി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എന്താ ഇവിടെ ഇതിന്റെ താഴെ വരും വി ആർ ഹയറിംഗ് SEO എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഇനിയും കൊടുക്കാം. സെൻഡ് വാട്സ്ആപ്പ് മെസ്സേജ് എന്നുള്ളത് ഓൾറെഡി അവിടെ വാട്സാപ്പിലേക്ക് കണക്ട് ആക്കിക്കൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അത് നമ്മൾ മാറ്റണ്ട. ജസ്റ്റ് ഇനി വേറെ ഒന്നും ഇതിൽ നമുക്ക് കൊടുക്കാനില്ല. ഇത്രയും നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളൂ. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഒരു റെഗുലർ ജനറൽ ആയിട്ട് ആഡ് റൺ ചെയ്യാൻ നമുക്ക് ഇത്രയും മതി. ജസ്റ്റ് പബ്ലിഷ് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് കറൻസി ആഡ് ചെയ്തില്ല. പേയ്മെന്റ് മെത്തേഡ് നമ്മൾ ആഡ് ചെയ്തില്ല. ഞാനത് പറഞ്ഞ ബിസിനസ് മാനേജറിന് ആഡ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ചെയ്യാം, നമ്മുടെ ഇന്ത്യൻ രൂപ എന്നുള്ള കറൻസി കൊടുക്കുക. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ആനുവൽ പേയ്മെന്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാ വേണ്ടത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണ് പ്രിഫർഡ്. UP ആണെങ്കിൽ UP കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. സ്റ്റേറ്റ് കേരള ആണ്. അപ്പോൾ കേരള കൊടുക്കുക. നിങ്ങൾ എവിടെയാണുള്ളത് അത് വെച്ച് കൊടുക്കുക. ടാക്സ് ഒന്നും നോക്കണ്ട. ബൈങ് ആഡ് ഫോർ ബിസിനസിനെ കൊടുക്കുക. GST 18% നമ്മുടെ പൈസ തന്നെ പിടിക്കും. ജസ്റ്റ് ചെക്ക് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഇതിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ആഡ് വെരിഫിക്കേഷന് പോകും, എന്നിട്ട് ലൈവ് ആവും. ഓക്കെ, ഞാനിപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ ഡെമോ അക്കൗണ്ട്. ജസ്റ്റ് 100 കൊടുത്ത് ഞാൻ എന്താ ചെയ്യും നോക്കാം. ഇത് നേരെ അവരൊരു QR കോഡ് കാണിച്ചു. ആ QR കോഡിലേക്ക് നമ്മൾ ജസ്റ്റ് പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ QR കോഡിലേക്ക് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ 100 രൂപീസ് നേരെ അക്കൗണ്ടിലേക്ക് പോകും. അതേപോലെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത UPI എന്നുള്ള പേയ്മെന്റ് മെത്തേഡ് എന്ത് ചെയ്യും, നമ്മുടെ ഫേസ്ബുക്കിൽ സേവ് ആവും. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ജസ്റ്റ് UPI പോയിട്ട് ആഡ് ഫണ്ട് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇതിന് ഞാൻ ക്ലോസ് ചെയ്യാണ്, കാരണം ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്ത് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ആഡ് റിവ്യൂവിന് പോകും. റിവ്യൂവിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആപ്റ്റ് എന്നുള്ളത് നിങ്ങൾ വേറെ സ്റ്റെപ്പ് ചെയ്യാൻ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റിവ്യൂവിൽ പോകും. റിവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഇമെയിലേക്ക് മെസ്സേജ് യുവർ ആഡ് ഇസ് പബ്ലിഷ് ഓർ റിജക്റ്റഡ് ആണ്. റിജക്ട് ആവില്ല, എന്തായാലും പബ്ലിഷ് ആവും. പോളിസി വയലേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആഡ് ഒരു 10 മിനിറ്റ് മാക്സിമം 1 മണിക്കൂറിൽ നമ്മൾ ആഡ് എന്ത് ചെയ്യും, റൺ ചെയ്യും. അപ്പൊ എങ്ങനെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ഒരു ക്രിയേറ്റീവ് ഒരു ആഡായിട്ട് പിന്നെ ഒരു ടാർഗറ്റ് ഓഡിയൻസ്, ഒരു സ്പെസിഫിക് ഓഡിയൻസിലേക്ക് പോകണം, എങ്ങനെ വാട്സ്ആപ്പ് നിങ്ങൾക്ക് കണക്ട് ചെയ്യണം, എങ്ങനെ നമുക്ക് അക്കൗണ്ടിലേക്ക് പിന്നെ ഫണ്ട് ആഡ് ചെയ്യണം, എങ്ങനെ UPI അല്ലെങ്കിൽ കാർഡ് എങ്ങനെ കണക്ട് ഇതൊക്കെ മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ റൺ ചെയ്ത ആഡ് എങ്ങനെ മെട്രിക്സ്, അതിന്റെ അനലിറ്റിക്സ് എങ്ങനെ നോക്കാം, എത്ര ആൾ കണ്ടു, എവിടെയൊക്കെ പിന്നെ ലീഡ് വന്നു, ഏതൊക്കെ ലൊക്കേഷനിൽ സ്പ്രെഡ് ആയി, ഇതൊക്കെ അനലിറ്റിക്സ് എങ്ങനെ നോക്കാമെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ സീ യു ദേർ.